നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അങ്ങനെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസം കഴിയുന്തോറും വമ്പൻ സ്രാവുകളുടെ വിവരങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് പ്രതികൾ. ഏറ്റവും ഒടുവിൽ അന്വേഷണ സംഘം പിടികൂടിയ പ്രതികളിൽ നിന്നും നിർണായകമായ ചില വിവരങ്ങൾ ലഭിക്കുകയാണ്. ഇതിനേറെ പറയുന്നു, ഏറ്റവും അധികം വിനയായി മാറിയത് പോറ്റി മുതൽ പത്മകുമാർ വരെ നൽകിയിട്ടുള്ള മൊഴി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ, ആ സ്വർണം കട്ടെടുക്കാനായി നിർദ്ദേശം നൽകിയത് ആരൊക്കെ, ആരുടെ അറിവോടുകൂടിയാണ് ഇതൊക്കെ നടത്തിയത്, എത്ര കാലമായി ഇതിൻ്റെ പ്ലാനിങ്ങും പദ്ധതിയും നടത്തുന്നു. ഇങ്ങനെ കൃത്യമായ വിവരങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് നിലവിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ പ്രതികൾ. ഇനിയും ഒട്ടനവധി ഉന്നതർ, വമ്പൻ സ്രാവുകൾ അകത്താകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായിട്ടുള്ള കെ പി ശങ്കരദാസിനും എൻ വിജയകുമാറിനും കൂടുതൽ കുരുക്ക് മുറുകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരിക്കുന്നത്. കാര്യങ്ങൾ കുറച്ചുകൂടി അവതാളത്തിലാകുന്നു. ഇരുവരെയും അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമുണ്ടെന്ന് തന്നെയാണ് നിലവിൽ അന്വേഷണ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ SIT സംഘം ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. SITയെ സംബന്ധിച്ചും ആകുലത വർദ്ധിപ്പിക്കുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് മുതിർന്ന IPSകാരൻ കൂടിയായിട്ടുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഹരിശങ്കർ IPSന്റെ പിതാവ് കൂടിയാണ് കെ പി ശങ്കരദാസ്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിന് കൂടുതൽ സമ്മർദ്ദം ഈ കേസിലുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കൃത്യമായ വിവരം കൈമാറിയിരിക്കുന്നത്. അബദ്ധവശാൽ നടത്തുന്ന ഓരോ നീക്കവും അന്വേഷണ സംഘത്തിനെയും അതുപോലെ ഈ കേസിനെയും ഗുരുതരമായി തന്നെ ബാധിക്കുമെന്ന തിരിച്ചറിവുണ്ട്. ഹൈക്കോടതി കൃത്യമായ താക്കീത് നൽകിയതിന് പിന്നാലെ തന്നെയാണ് ശങ്കരദാസിനെ അടക്കം പിടികൂടണമെന്ന നിർദ്ദേശത്തിലേക്ക് കടന്നതും. സ്വർണ്ണ കൈമാറ്റത്തെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ടായിരുന്നുവെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ മൊഴി കൊടുത്തിട്ടുണ്ട്. താൻ ഒറ്റയ്ക്ക് ഒരിക്കലും ശബരിമലയിൽ നിന്നും ഇങ്ങനെ ഒരു കൊള്ള നടത്താൻ കഴിയില്ല, തനിക്ക് എല്ലാവിധ പിന്തുണയും നൽകിയ നിരവധി ആളുകൾ പുറത്തുണ്ട്, അതുകൊണ്ട് ആ കൂട്ടുത്തരവാദിത്തത്തിൽ നിന്നും ആർക്കും തന്നെ രക്ഷയില്ലെന്ന് അന്വേഷണ സംഘം നിലപാട് സ്വീകരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എന്തായിരുന്നാലും വ്യവസായിയെ ചോദ്യം ചെയ്യും. വ്യവസായിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ കിട്ടാനായുണ്ട്. ചെന്നൈയിലുള്ള വ്യവസായിയാണ് നിലവിൽ ചോദ്യം ചെയ്യുന്നത്. ഇയാളുടെ പക്കൽ നിർണായകമായ പല വിവരങ്ങളും ഉണ്ടാകും. ഇയാളെ കേന്ദ്രീകരിച്ച് തന്നെയാണ് നിലവിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിൽ തന്നെ ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം, 27 വർഷമായി തുടരുന്ന ആ ദുരൂഹത. 1998 ശബരിമലയിലെ ഉപക്ഷേത്രങ്ങളിൽ സ്ഥാപിച്ച സ്വർണ്ണ കലശങ്ങൾ, അതിനിന്ന് എന്ത് സംഭവിച്ചു? ഏറെ ദുരൂഹത നിലനിൽക്കുന്ന ഒരു ചോദ്യം കൂടിയാണത്. കന്നിമൂല ഗണപതി ക്ഷേത്രം, മാളികപ്പുറം, നാഗരാജ ക്ഷേത്രം എന്നിവിടങ്ങളിലെ ഈ കലശങ്ങളുടെ തിരോധാനം, അതാണ് അന്വേഷണം ഊർജിതമാകുമ്പോൾ ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറുന്നത്. പിടിയിലായ പ്രതികൾക്കിടയിലെ നാളുകൾ നീണ്ട ഈ ബന്ധം, ഈ കൊള്ള, ഈ കണ്ട സ്വർണ്ണപ്പാളികളും ചെമ്പ് തകിടുകളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇതല്ലാതെ വലിയൊരു കൊള്ള ശബരിമലയിൽ നടന്നിട്ടുണ്ട്, മറ്റ് ക്ഷേത്രങ്ങളിലും നടക്കാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. സ്മാർട്ട് ക്രിയേഷൻസ് മേധാവി പങ്കജ് ഭണ്ഡാരിയും ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമയായിട്ടുള്ള ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വർഷങ്ങൾ നീണ്ട ബന്ധമായിരുന്നു പുലർത്തിപ്പോരുന്നത്. അവർ തമ്മിലുള്ള അടുത്ത ബന്ധം ഇപ്പോൾ പുറത്തു വന്നപ്പോൾ സ്വർണ്ണക്കൊള്ള ലക്ഷ്യമിട്ട് തന്നെ ഇവർ പദ്ധതിയിട്ടത് 1-2 വർഷം കൊണ്ടല്ല, 10-15 വർഷത്തിലധികമായിട്ടുള്ള ലക്ഷ്യമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. 2009 മുതൽ തന്നെ ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് വേണ്ടിയുള്ള ഗൂഢാലോചനകൾ ഇവർ 3 പേരും തുടങ്ങിയിരുന്നു. ഈ സംശയം കൂടുതൽ ബലപ്പെടുന്നുണ്ട്. പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും തമ്മിൽ 20 വർഷത്തിനടുത്തോളമായി ബിസിനസ് ബന്ധം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ 10-16 വർഷത്തോളമുള്ള ബന്ധം പോറ്റിക്ക് ഇവരുമായിട്ടുണ്ട്. സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനവുമായിട്ടാണ് പോറ്റിക്ക് ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ പങ്കജ് ഭണ്ഡാരിക്കും ഗോവർദ്ധനും നേരിട്ട് പങ്കുണ്ടെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ഏറ്റവും അവസാനം വെളിപ്പെടുത്തിയിട്ടുണ്ട്. റിമാൻഡ് റിപ്പോർട്ടിൽ അന്വേഷണ സംഘം അത് കൃത്യമായി എടുത്തു പറയുന്നുണ്ട്. അതുകൂടാതെ തനിക്കൊപ്പം നിന്ന ശബരിമലയിലെ ഉദ്യോഗസ്ഥരെയും പെടുത്തി എന്ന് സാരം. സ്വർണ്ണപ്പാളികൾ നൽകാനുള്ള നീക്കം പത്മകുമാർ തനിച്ചെടുത്ത തീരുമാനമല്ല, മറിച്ച് മറ്റുള്ളവർ കൂടി ഉൾപ്പെട്ട ദേവസ്വം ബോർഡിൻ്റേതായിരുന്നുവെന്നാണ് പോറ്റി പറയുന്നത്. പത്മകുമാറിനെ മാത്രമായി അറസ്റ്റ് ചെയ്ത് അകത്തടച്ചാൽ ഈ കേസ് നിൽക്കില്ല എന്നും പത്മകുമാറിന് ഒരുപക്ഷെ പേരുകൾ പറയാനുള്ള ബുദ്ധിമുട്ട് കാണും, വിശ്വസ്തരെ ഒറ്റാനുള്ള ഒരു ബുദ്ധിമുട്ട് കാണും, പക്ഷേ താൻ കാര്യങ്ങൾ തുറന്നു പറയാമെന്ന് തന്നെയാണ് പോറ്റി വെളിപ്പെടുത്തുന്നത്. സ്വർണ്ണപ്പാളികൾ കൈമാറാനുള്ള മുൻ പ്രസിഡന്റായ പത്മകുമാറിന്റെ ആ നിർദ്ദേശത്തിന് ബോർഡ് അംഗങ്ങളുടെ പൂർണ്ണ അംഗീകാരമുണ്ടായിരുന്നു. അതിന്റെ തെളിവടക്കം ലഭിച്ചിരുന്നു. എന്നിരുന്നാലും ഉന്നത ബന്ധമുള്ളതുകൊണ്ടാണ് പലരെയും ഈ അവസരത്തിൽ പോലും പിടികൂടാൻ തയ്യാറാകാതെ നിന്നത്. ഹൈക്കോടതി ശക്തമായി തന്നെ താക്കീത് നൽകിയതിന് പിന്നാലെയാണ് മറ്റ് ഘട്ടങ്ങളിലേക്ക് കടക്കാനായി തയ്യാറാകുന്നത്.
3 പേരും ചേർന്നെടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തനിക്ക് സ്വർണ്ണപ്പാളികൾ ലഭിച്ചെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ അന്വേഷണ സംഘത്തോട് പറഞ്ഞ സാഹചര്യത്തിൽ കൂടിയാണ് കെ.പി. ശങ്കരദാസിനെയും എൻ. വിജയകുമാറിനെയും കേസിൽ പ്രതികളാക്കാൻ നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചത്. ഇത്രയും നാൾ അവരെ സംരക്ഷിച്ചു പോകുന്ന നിലപാട് അന്വേഷണ സംഘം എടുത്തിരുന്നു. ഇനി അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് ഒരുപക്ഷെ കടക്കേണ്ടി വരുമോ എന്ന സംശയമടക്കം ഉയരുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് മുകളിലേക്ക് വിവരം കൈമാറിയത്. ഇരുവരെയും വൈകാതെ തന്നെ ചോദ്യം ചെയ്യലിനായി അന്വേഷണ ഉദ്യോഗസ്ഥർ വിളിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ പത്മകുമാർ കൊടുത്ത മൊഴിയിൽ താൻ ഒറ്റയ്ക്കല്ല, തനിക്ക് പിന്തുണ നൽകിയ നിരവധി ആളുകളുണ്ട്, തൻ്റെ മനസ്സിലെ പല വിഗ്രഹങ്ങളെക്കുറിച്ചും പത്മകുമാർ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദേവസ്വം ബോർഡിൻ്റെ കൂട്ടുത്തരവാദിത്വമെന്നല്ലാതെ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാൻ പത്മകുമാർ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അത് തുറന്നു പറയേണ്ട ഒരു സാഹചര്യമായിരിക്കുന്നു. ഈ കേസിൽ തന്നെ ഏറ്റവും നിർണായകമായൊരു വിഷയമെന്ന് പറയുന്നത്, കേസിൽ ഒരു വഴിത്തിരിവായി മാറിയത്, ടേണിംഗ് പോയിന്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന വിഷയം പത്മകുമാറിൻ്റെ അറസ്റ്റ് തന്നെയായിരുന്നു. അറസ്റ്റിന് പിന്നാലെ നടത്തിയ വെളിപ്പെടുത്തലുകൾ തന്നെയായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൊടുക്കാൻ തീരുമാനിച്ച ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സിൽ പത്മകുമാർ മാത്രമല്ല ഒപ്പിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിജയകുമാറും ശങ്കരദാസും ഇതിൽ പ്രതികളാണെന്ന നിലവിൽ കോടതി സംശയിക്കുന്നത്. അന്വേഷണ സംഘത്തെ കൊണ്ട് നിർബന്ധമായി കേസിൽ പ്രതി ചേർപ്പിച്ചത്. കേസിലെ മറ്റു പ്രതികളായിട്ടുള്ള പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം നിലവിൽ അപേക്ഷ സമർപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഗോവർദ്ധൻ ദേവസ്വം ബോർഡിന് 10 ലക്ഷം രൂപ നൽകിയെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. സ്വർണം വാങ്ങിയതിലുള്ള കുറ്റബോധം കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശാനുസരണം ശബരിമലയിൽ അന്നദാനം നടത്താൻ വേണ്ടിയാണ് ഈ തുക നൽകിയത്. എന്നാൽ താൻ തനിച്ചല്ല ഈ തീരുമാനമെടുത്തത്, ബോർഡ് യോഗത്തിന്റെ തീരുമാനമായിരുന്നുവെന്ന് പത്മകുമാറും കൂട്ടുത്തരവാദിത്തത്തോടുകൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞു. കേസിലെ മറ്റൊരു പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതേ കാര്യം ആവർത്തിച്ചു. അങ്ങനെ മറ്റു നിവൃത്തിയില്ലാതെ പ്രതിപട്ടികയിലേക്ക് ഉൾപ്പെടുത്തുകയായിരുന്നു. സ്വർണ്ണ കൈമാറ്റത്തെക്കുറിച്ച്, ഈ കൊള്ളയെക്കുറിച്ച് ബോർഡ് അംഗങ്ങൾക്ക് കൃത്യമായ അറിവുണ്ടായിരുന്നു. നേരത്തെ തന്നെ അതിനെക്കുറിച്ചുള്ളൊരു ധാരണയുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുന്നത്. ചോദ്യം ചെയ്യാൻ ഇതുവരെ വിളിപ്പിച്ചവരുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. വിശദമായി ചോദ്യം ചെയ്ത് പിന്നാലെ അറസ്റ്റ് രേഖപ്പെടുത്തും. ഇതേ ഭയം തന്നെയായിരിക്കും കെ.പി. ശങ്കരദാസിനും അതുപോലെ തന്നെ വിജയകുമാറിനും ഉള്ളത്. പത്മകുമാറിന് പിന്നാലെ ബോർഡിലെ മറ്റു ഉന്നതരും അങ്ങനെ നിയമ നടപടി നേരിടേണ്ട സാഹചര്യം, അറസ്റ്റ് ഭരിക്കേണ്ട ഒരു ഘട്ടത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ കടത്തിയ കേസിലെ ഗൂഢാലോചനയിൽ ചെന്നൈയിലുള്ള പ്രമുഖ വ്യവസായിയെ പ്രതി ചേർക്കും എന്നുകൂടി നേരത്തെ സൂചന ലഭിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിലേക്ക് അന്വേഷണം നീളുന്നതായിട്ടുള്ള വിവരവും കിട്ടിയിരുന്നു. കാരണം ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ള മൊഴികളുടെയും സാമ്പത്തിക ഇടപാടുകളുടെയും അടിസ്ഥാനത്തിൽ കൂടിയാണ് SIT ചെന്നൈയിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട സാമ്പത്തിക സഹായമോ അതല്ലെങ്കിൽ കടത്തിയ സ്വർണത്തിന്റെ വിനിയോഗമോ ഈ വ്യവസായി ബന്ധപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. പോലീസ് ഇക്കാര്യം ദുരൂഹമായി തന്നെ സംശയിക്കുന്നു. കേസിലെ പ്രതികളായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധൻ എന്നിവരുമായി ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ടെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കേസിൽ ഇതിനിടയിൽ തന്നെ ഒരു നിർണായക വെളിപ്പെടുത്തൽ 10-ാം പ്രതിയായ ഗോവർദ്ധൻ നടത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിലെ കുറ്റാരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് പറഞ്ഞാണ് ഗോവർദ്ധൻ രംഗത്ത് വരുന്നത്. താൻ നിരപരാധിയാണെന്ന് കാണിച്ച് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയിലാണ് സുപ്രധാന വിവരങ്ങൾ ഉള്ളടക്കമായി പറഞ്ഞിരിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിലവിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഒരു കുറ്റകൃത്യത്തിലും തനിക്ക് പങ്കില്ല. ശ്രീകോവിൽ വാതിലിന്റെ ഫ്രെയിമുകളുമായി ബന്ധപ്പെട്ട ഒരു നടപടിക്രമങ്ങളിലും താൻ ഭാഗമായിരുന്നില്ലെന്നും പറയുന്നു. ഗോവർദ്ധൻ തെളിവുകളടക്കമാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. അതോടെ അന്വേഷണം മറ്റു തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അന്വേഷണ സംഘത്തിന് ഒരു തരത്തിലും പിന്നോട്ടടിക്കാൻ കഴിയാത്ത ഒരവസ്ഥ. ഗോവർദ്ധന്റെ ഉടമസ്ഥയിലുള്ള മെസേഴ്സ് റെഡാം ജുവൽസ് എന്ന സ്ഥാപനത്തിന്റെ 2019-2020 വർഷത്തെ ലെഡ്ജർ അക്കൗണ്ട് രേഖകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരുൾപ്പെടെ ഉണ്ട്. ഈ രേഖ അനുസരിച്ച് 2.7 ലക്ഷം രൂപ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൽ കൊടുത്തിട്ടുണ്ട്. അതേ തുക തന്നെ ഒരു സ്വർണ്ണഹാരം വാങ്ങിയെന്ന് ക്രെഡിറ്റ് ചെയ്തതായിട്ടും കാണാൻ കഴിയും. ഇതുമായി ബന്ധപ്പെട്ട ലെഡ്ജർ അക്കൗണ്ടിന്റെ പകർപ്പ് ജാമ്യാപേക്ഷയോടൊപ്പം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. 2,70,135 രൂപയുടെ ഇടപാടാണ് നടത്തിയത്. 21/11/2019 ഈ കൈമാറ്റം നടത്തിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൽ തന്നെ ഇത് വാങ്ങിയതായി പറയുന്ന സ്വർണ്ണഹാരത്തിന്റെ ചിത്രവും തെളിവായി തന്നെ കോടതി മുൻപാകെ ഹാജരാക്കി കഴിഞ്ഞു. ശബരിമല ശ്രീകോവിലിൽ വാതിലിലെ സ്വർണം പൂശിയ ചെമ്പുപാളികൾ വെറും ചെമ്പുപാളികൾ മാത്രമാണെന്ന് രേഖകളിൽ തെറ്റായി രേഖപ്പെടുത്തി ദേവസ്വം ബോർഡിന് നഷ്ടമുണ്ടാക്കിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ് പറഞ്ഞിരിക്കുന്നത്. 42.100 കിലോ ഭാരമുള്ള ഈ പാളികൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിന് കൈമാറി അതിൽ നിന്നും സ്വർണം വേർതിരിച്ചെടുത്ത് ബിസ്ക്കറ്റുകളാക്കി മാറ്റി പ്രതികൾ അപഹരിച്ചു എന്നാണ് പോലീസിന്റെ കേസ്.
2019 ജൂൺ മാസത്തിൽ പുതുതായി നിർമ്മിച്ച സ്വർണം പൂശിയ വാതിൽ ഫ്രെയിമിലേക്ക് 184 ഗ്രാം സ്വർണം താൻ സ്വന്തം നിലയ്ക്ക് സംഭാവന ചെയ്തെന്നാണ് 10-ാം പ്രതിയുടെ വാദം. ഏകദേശം 9 ലക്ഷം രൂപ വില വരുന്ന ഈ സ്വർണം ദേവസ്വം ബോർഡിന് നൽകിയത് ഭക്തിയുടെ ഭാഗമാണെന്നാണ് അദ്ദേഹത്തിന്റെ അപേക്ഷയിൽ പറയുന്നത്. താൻ നൽകിയ സ്വർണം സത്യസന്ധമായ സ്രോതസ്സുകളിൽ നിന്നുള്ളതാണെന്നും ഇതുമായി ബന്ധപ്പെട്ട വാറണ്ടി സർട്ടിഫിക്കറ്റുകളും ബില്ലുകളും തന്റെ കൈവശമുണ്ടെന്നുമാണ് പ്രതി പറയുന്നത്. സ്മാർട്ട് ക്രിയേഷൻസ് നൽകിയ 15/6/2019 വാറണ്ടി സർട്ടിഫിക്കറ്റ് ഇതിന് തെളിവായി കൊടുത്തിട്ടുമുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ഫോണിൽ വിളിച്ചതനുസരിച്ച് താൻ സ്വമേധയാ ഹാജരാകുകയായിരുന്നു, ഒരിക്കലും ഒളിച്ചോടാൻ പോലും ശ്രമിച്ചിട്ടില്ല എന്നാണ് പ്രതി കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഡിസംബർ 19 ചോദ്യം ചെയ്യലിനായി എത്തിയപ്പോൾ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാണ് കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ വിട്ടയക്കണമെന്നും ഈ അന്വേഷണവുമായി സഹകരിക്കുമെന്നുമാണ് ഇദ്ദേഹത്തിന്റെ ജാമ്യ ഹർജിയിൽ നിലവിൽ വാദിക്കുന്നത്. ന്യൂസ് ഡെസ്ക് വെള്ളി വാർത്ത ഇൻസൈറ്റ്.